Hello friends, this is Milan and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഐഫോൺ ജെയിൽബ്രേക്ക് ചെയ്യാമെന്നാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ പറയുവാണ് ദിസ് വീഡിയോ ഈസ് ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസസ് ഓൺലി. അപ്പം ഇതെൻ്റെ ഐഫോൺ 7 ആണ്. ഞാൻ ഇതിൽ കറൻ്റ്ലി റൺ ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് iOS 14.3 ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് റിലീസാണ്. അപ്പോൾ ഈ ഒരു ലേറ്റസ്റ്റ് റിലീസിലാണ് നമ്മൾ ഈ ഒരു ജെയിൽബ്രേക്ക് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന കുറച്ച് ആൾക്കാർക്കെങ്കിലും സംശയം ഉണ്ടാകും എന്താണ് ജെയിൽബ്രേക്ക് എന്നുള്ളത്. അപ്പോൾ ജെയിൽബ്രേക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൺസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ റൂട്ട് ചെയ്യാന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രോസസ്സാണ് നമ്മൾ ഈ ജെയിൽബ്രേക്ക്. നിങ്ങൾക്കറിയാം iOSൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സെക്യൂരിറ്റിക്കാണ്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് കുറവാണ്. ആൻഡ്രോയിഡ് പോലെ ധാരാളം കസ്റ്റമൈസേഷൻ ഒന്നും സാധിക്കത്തില്ല. പക്ഷെ നമ്മൾ ജെയിൽബ്രേക്ക് ചെയ്ത് കഴിയുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഡിവൈസിൽ അല്ലെങ്കിൽ ഐഫോണിൽ ഇതുവരെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കാതിരുന്നോ അതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആകും, നമ്മൾ ജെയിൽബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ജെയിൽബ്രേക്ക് മാറ്റണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും? അതിനാണ് ഈ ലോഡർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ചെക്ക് റെയിൻ, അതാണ് ഇതിൻ്റെ ലോഡർ എന്ന് പറയുന്നത്. ആ ചെക്ക് റെയിൻ ആപ്പിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ സിഡിയ എന്ന് പറയുന്ന ഓപ്ഷനും റീസ്റ്റോർ സിസ്റ്റം എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ റീസ്റ്റോർ സിസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജെയിൽ ബ്രേക്ക് കംപ്ലീറ്റ്ലി കളയാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു സംശയമാകാം, ജെയിൽ ബ്രേക്ക് ചെയ്യുന്നത് സേഫ് ആണോ അൺസെക്യൂർ ആണോ എന്ന്. തീർച്ചയായിട്ടും സെക്യൂരിറ്റിയിൽ ഒരു എക്സ്പ്ലോയിറ്റ്, അതായത് നമ്മൾ ഈ iOSന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് സെക്യൂരിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ആ സെക്യൂരിറ്റീനെ ബ്രേക്ക് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ജെയിൽ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം സെക്യൂരിറ്റി നമുക്ക് നഷ്ടപ്പെടും പൊതുവെ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് ഒരൊറ്റ ഐഫോണേ ഉള്ളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജെയിൽ ബ്രേക്ക് ചെയ്യാതെ ഇരിക്കുക, അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഐഫോൺ ഉണ്ട്. ഇപ്പം ഉദാഹരണം നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ വേറൊരു ഐഫോണാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു സെക്കൻഡറി ഡിവൈസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു. കാരണം അതും ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. കഴിവതും നിങ്ങളുടെ ഡേറ്റാസ് ഒന്നും തന്നെ ഇല്ലാത്ത നിങ്ങളുടെ സെക്കൻഡറി ഫോൺസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ വിൻഡോസ് യൂസേഴ്സിനും മാക് യൂസേഴ്സിനും എങ്ങനെ ഇത് ചെയ്യേണ്ട അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയറിയാം ആ ജെയിൽ ബ്രേക്കിൻ്റെ സംഭവമേ ഇല്ല, അതെല്ലാം കംപ്ലീറ്റ്ലി ഡിലീറ്റ് ആയി. ഇപ്പം നമ്മൾ നോക്കിയാൽ ഒരു ജെയിൽ ബ്രേക്ക് ചെയ്ത ഡിവൈസ് ആണെന്ന് ആർക്കും കണ്ടുപിടിക്കാനേ സാധിക്കത്തില്ല. കാരണം വൺസ് അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ട്വീക്സും എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പൊക്കോളും. പിന്നെ ജെയിൽ ബ്രേക്ക് ഒരു പ്രശ്നമാകത്തില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ജെയിൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഈ ഒരു checkrein.in, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഇത് ചെക്ക്റൈൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ്. ഇവിടെ പോയിട്ട് ഗെറ്റ് ബെറ്റ നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡൗൺലോഡ് ഫോർ macOS എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ ചെക്ക്റൈന് ഒഫീഷ്യലായിട്ടൊരു വിൻഡോസിൻ്റെ വേർഷൻ ഇല്ല. പകരം നമുക്കൊരു ബൂട്ടബിൾ പെൻഡ്രൈവ് ആയിട്ട് ലോഡാക്കി അത് നമുക്ക് ബൂട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്കിന് വേണ്ടി ഇവിടെ ഡൗൺലോഡ് ഫോർ മാക്ക് എന്ന് പറയുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡൗൺലോഡിങ് സ്റ്റാർട്ട് ചെയ്യും. വൺസ് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ ലോഞ്ച് പാഡിൽ അത് ഇങ്ങനെ വന്ന് കിടക്കും. ലോഞ്ച് പാഡിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ചെക്ക്റൈൻ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഞാനത് ചെക്ക്റൈൻ ഓപ്പൺ ചെയ്യുന്നു. ഇപ്പം നിങ്ങളുടെ ഡിവൈസ് നിങ്ങൾ കണക്ട് ചെയ്യുക. വൺസ് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിയുമ്പം നമുക്കവിടെ കാണിക്കും. നിങ്ങൾക്ക് കാണാം iPhone 7 GSM iOS 14.3 കണക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിന്ന് ശ്രദ്ധിച്ച് വെക്കണം. അതായത് നിങ്ങൾ iPhone 7 താഴേക്കുള്ളത് iPhone 7, 6s, 6, 5s ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ iPhone 8 10 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഓപ്ഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഇത് നമുക്ക് iPhone 10s, iPhone 11, iPhone 12 ഇതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. കറൻ്റ്ലി ജെയിൽ ബ്രേക്ക് iPhone 10 വരെയുള്ള ഡിവൈസുകൾക്ക് മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കിപ്പ് A11BPR ചെക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. iPhone 10, iPhone 8 യൂസേഴ്സ് ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അല്ലാത്തവർ അത് ഡിസേബിൾ ചെയ്തിട്ടേക്കുക, ബാക്ക് കൊടുക്കുക. ഇനി നമ്മൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളുടെ ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ആ DFE മോഡിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ റിക്കവറി മോഡിലേക്ക് എൻ്റർ ആവും. അതിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ ഫോൺ ഓഫ് ആവും. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പവർ ബട്ടണിലും അതോടൊപ്പം തന്നെ വോളിയം ഡൗൺ ബട്ടണിനെയും കൂടെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഇവിടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 4 സെക്കൻഡോളത്തോളം നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. രണ്ടാമത് കാണിച്ചേക്കുന്നത് 4 സെക്കൻഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പവർ ബട്ടണിൽ നിന്ന് കൈ മാറ്റിയിട്ട് വോളിയം ഡൗൺ ബട്ടണെ മാത്രം ഹോൾഡ് ചെയ്ത് പിടിക്കണം 10 സെക്കൻഡ് എടുത്തോളം. അത് കഴിയുമ്പോൾ അത് സക്സസ്ഫുൾ ആവും. അങ്ങനെ നമുക്ക് ജെയിൽ ബ്രേക്ക് പ്രൊസീജിയർ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം റിക്കവറി മോഡിലാക്കി കഴിയുമ്പോൾ ഇതാണ് ഇങ്ങനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാൻ വോളിയം ഡൗൺ ബട്ടണും പവർ ബട്ടണും കൂടെ ഹോൾഡ് ചെയ്ത് പിടിച്ചേക്കുവാണ്. ഇനി ഞാൻ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്തു. 4 സെക്കൻഡ് നമ്മളങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് പവർ ബട്ടൺ റിലീസ് ചെയ്യുക. വോളിയം ഡൗൺ ബട്ടൺ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കുക. വൺസ് അത് സക്സസ്ഫുൾ ആയെന്ന് എഴുതി കാണിക്കുമ്പം നമ്മൾ കൈ റിലീസ് ചെയ്യുക.
വൺസ് ആ ഒരു ട്രിഗറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആപ്പിൾ ലോഗോ തെളിഞ്ഞ് വരും. ബൂട്ടിംഗ് എന്ന് തന്നെ കാണിക്കും. ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ ആ ബൂട്ടിങ് വരുന്നുണ്ട്. ഇനി നമ്മൾ ആ ഒരു ജെയിൽ ബ്രേക്കിൻ്റെ പ്രോസസ്സാണ്, ബാക്ക്ഗ്രൗണ്ട് സ്ക്രിപ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫോണിന് ഒരു കുഴപ്പമില്ല. വൺസ് അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഓൾ ഡൺ എന്ന് തന്നെ കാണിക്കും. നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഹോം സ്ക്രീനിൽ കയറുമ്പം നിങ്ങൾക്ക് ആദ്യം ചിലപ്പം ഹോം സ്ക്രീനിൽ അത് ആ ഒരു ലോഡർ എന്ന് പറഞ്ഞ പേജ് കാണാൻ സാധിച്ചില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ റീഫ്രഷ് ചെയ്യുവാണ്. റീഫ്രഷ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാം ലോഡർ എന്ന് പറഞ്ഞ ആപ്പ് വന്നേക്കുന്നു. അപ്പോൾ ഇത് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജെയിൽ ബ്രേക്ക് കംപ്ലീറ്റ് ആയി, അതായത് സക്സസ്ഫുൾ ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ മാക്കിൽ കണ്ട ആ സെയിം പ്രോസസ്സ് എങ്ങനെ നമ്മൾ വിൻഡോസ് ചെയ്യുന്നത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. റെക്കോർഡർ ഇല്ലാത്തതുകൊണ്ടാണ്, ഇതിന് സ്ക്രീൻ റെക്കോർഡർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പം ക്യാമറയിൽ ഇത് ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പം ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം ഞാൻ ഐഫോൺ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജെയിൽ ബ്രേക്കിൻ്റെ. ആ ലിങ്കിൽ കയറി നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ആ ഒരു വിൻഡോസിനുള്ള ജെയിൽ ബ്രേക്കിൻ്റെ സംഭവം ഡൗൺലോഡ് ചെയ്യുക. ഇങ്ങനെ ആയിരിക്കും, ജസ്റ്റ് ടെക് ചെക്രൈൻ വിൻഡോസ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും കിടക്കുന്നത്. അതൊരു റാർ ഫയലായിരിക്കും, അത് നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യണം. ജെയിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലേക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഫോൾഡറിലേക്ക് നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ അത് എക്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു ഫോൾഡറിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം റൂഫസും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട നമ്മളുടെ ചെക്രൈൻ ഫയലും കാണാം. അത് ഓപ്പൺ ചെയ്യുക റൂഫസ്. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിച്ചാണ് നമ്മൾ ആ ഒരു ISO ഫയൽ അല്ലെങ്കിൽ ജെയിൽ ബ്രേക്കിൻ്റെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 8 GB മിനിമം 8 GB അല്ലെങ്കിൽ ഒരു 4 GB ഒരു പെൻഡ്രൈവ് നിങ്ങൾക്ക് മതി. ആ ഒരു 4 GB പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. അതിനകത്ത് ഡേറ്റാസ് ഒന്നും കാണില്ല, കാരണം അതിനകത്തുള്ള ഡേറ്റാസ് മൊത്തം ഇറേസ് ആവും. അതുകൊണ്ട് എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിടുക. അതിനുശേഷം നമ്മുടെ പെൻഡ്രൈവ് ഇവിടെ സെലക്ട് ആയെന്നാണ്. എൻ്റെ 16 GB ഒരു പെൻഡ്രൈവാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഏത് ഫോൾഡറാണോ ഈ ഒരു ISO ഫയൽ ഉള്ളത് അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ സെലക്ട് എന്ന് പറഞ്ഞാൽ അവിടെ കൊടുക്കുക. ഞാൻ ഡിയിൽ ജെയിൽ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു ഫോൾഡറിലാണ് അത് ഓപ്പൺ ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ആ ജെയിൽ ബ്രേക്ക് ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ആ ഒരു ISO ഫയൽ ഓപ്പൺ കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു MBR പാർട്ടീഷൻ എന്നുള്ളത് GTP എന്നുള്ള പാർട്ടീഷൻ ആക്കുക. അതിനുശേഷം നമുക്ക് പേരൊന്നും മാറ്റണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി നിങ്ങൾ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്ത് കഴിയുമ്പം ആ ഒരു പെൻഡ്രൈവിലേക്ക് നമ്മളുടെ ഈ റൂഫസ് ഉപയോഗിച്ച് ചെക്രൈൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയിക്കോളും. പിന്നെ നമ്മൾ ആ പെൻഡ്രൈവിൽ നിന്നാണ് ബൂട്ട് ചെയ്യുന്നത്. അങ്ങനെ വിൻഡോസ് യൂസേഴ്സിന് എല്ലാവർക്കും റൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൺസ് അത് റെഡി ആയി കഴിയുമ്പം ക്ലോസ് കൊടുക്കുക. ഇനി നമ്മൾ ആ പെൻഡ്രൈവ് അവിടെ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പൺ ആകുന്ന സമയത്ത് നമ്മൾ ആ ബൂട്ട് ലോഡറിൻ്റെ സമയത്ത് നമ്മൾ ബൂട്ട് മെനു ഏതാണെന്ന് വെച്ചാൽ നോക്കണം. എൻ്റെ F12 ആണ്. ഞാനപ്പം F12 പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബൂട്ട് മെനുവിലേക്ക് പോകാം. ഇവിടെ ആ ഒരു സാൻഡിസ്കിൻ്റെ പാർട്ടീഷൻ കാണിച്ചിട്ടുണ്ട്, UFA പാർട്ടീഷൻ. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഇതാണ് നമ്മുടെ ജെയിൽ ബ്രേക്കിൻ്റെ ആ ഒരു ഓപ്ഷൻ. ഇങ്ങനെ കുറച്ച് സ്ക്രിപ്റ്റിങ് കാര്യങ്ങളും കാണിക്കും. നിങ്ങളത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് ലോഡാകുന്നതാണ്, ആ ഒരു സംഭവം ലോഡാകുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ സംഭവം ചെക്രൈൻ. ഇവിടെ എത്തിക്കഴിയുമ്പം നമ്മൾ മുമ്പേ മാക്കിൽ കണ്ട ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്, വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വിൻഡോസിൽ ഈ ഒരു ജെയിൽ ബ്രേക്ക് നടത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മളുടെ ഫോൺ ഇപ്പോൾ ഓപ്പൺ ആക്കുമ്പം ചെക്രൈൻ ഇവിടെ കാണാം. ഇതാണ് ലോഡർ. ഈ ലോഡറിനകത്ത് കയറിയിട്ട് വേണം നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിട്ട് നമ്മുടെ സിഡിയ ഇൻസ്റ്റാൾ ചെയ്യാൻ. അപ്പോൾ ഇൻസ്റ്റാൾ സിഡിയ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സിഡിയ കാണാം. ഇനി നമ്മൾ സിഡിയ ഓപ്പൺ ചെയ്യണം. സിഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് ധാരാളം ട്വീക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂട്യൂബിൽ നോക്കാം. അല്ലെങ്കിൽ അതിനെപ്പറ്റി വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും. താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ആപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസിനും വീഡിയോസിനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ Milan. Catch you guys next video. Till then, peace out.